പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എല്ലാ സുവിശേഷകരും സ്ഥിരമായി കേൾക്കേണ്ടി വരുന്നൊരു പഴിയാണ്, നിങ്ങളെല്ലാം ഇന്ന് മൃഷ്ടാനുഭോജനം കഴിക്കുന്നത് ഒരു ബൈബിൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സഭ തുന്നിക്കെട്ടി ഒരു ബൈബിൾ നൽകിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളിന്ന് ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത് എന്നൊരു സ്ഥിരമായ ഒരു ആരോപണം ഒത്തിരി സുവിശേഷകർ കേട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. ദൈവകൃപയാൽ ആദ്യമായിട്ട് ഞാനും ആ ആരോപണം കേട്ടു. ആ ആരോപണം കഴിഞ്ഞ ദിവസം വിഗ്രഹവുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ, ഒരു എ ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: കത്തോലിക്ക സഭ ഒരു നാറ്റക്കേസാണെന്ന് തന്നെ വെച്ചോളൂ. ഈ സഭ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് ആളുകളെ പറ്റിക്കാനും മൃഷ്ടാനം ഉണ്ണാനും സാധിക്കുന്നത്. അത് മറക്കണ്ട. ആരൊക്കെയോ എഴുതി കത്തോലിക്കർ അതിനെ ക്രോഡീകരിച്ചൊരു ബൈബിളാക്കി. അതല്ലേ അവർ ചെയ്ത തെറ്റ്. നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അധ്വാനിച്ച് വിയർപ്പൊഴുക്കാതെ 100-125 കിലോ തൂക്കം വയ്ക്കാൻ ഈ ബൈബിൾ സഹായിക്കുന്നില്ലേ? ചിത്രം വരയ്ക്കും, രൂപങ്ങളുണ്ടാക്കും. അതാണ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യം. അത് അനസൂയം തുടരും. മറ്റൊരുവൻ്റെയും പഠിപ്പീരിൻ്റെ ആവശ്യം കത്തോലിക്ക സഭയ്ക്കില്ല. കത്തോലിക്ക സഭ ഒരു വൻമലയാണ്. അതിൽ വന്ന് മുട്ടി ചാകാതെ പോ. കുത്ത് കുത്ത് കുത്ത്. ഇതാണ് കമൻറ്റ്. സംഭവം വായിച്ചപ്പോൾ ഒരു രസമൊക്കെ തോന്നി. ഇത് ഒരാളുടെ കമൻ്റ് അല്ല, പലര് ഇതിന് സമാനമായ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു കമൻ്റ് എടുത്ത് വായിച്ച് വെറുതെ സമയം കളയണ്ടല്ലോ. ഏതാണ്ട് ഇതുപോലെയുള്ള ഒത്തിരി കമൻറ്റുകളുണ്ട്. അപ്പോൾ പ്രധാനമായും ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, അതായത് ഇപ്പോൾ 100-125 കിലോ തൂക്കം വെച്ചു. എനിക്ക് തോന്നുന്നു ഒരു 70-75 കിലോ ഒക്കെ ഉള്ളൂ. ഈ ഇടയ്ക്ക് തൂക്കിയിട്ടില്ല. ഇനി തൂക്കം വയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം. കാരണം ഇതുവരെ 100 കിലോ ഇന്ന് വരെ ഒരു സെഞ്ചുറി അടിക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. എന്തു ആകട്ടെ, ഇനി തിന്ന് ഇനി 100 ആവുമോ നമുക്കറിയത്തില്ലല്ലോ. അതൊക്കെ ദൈവം തരുന്നതാണ്. ഓക്കെ, ഇനി ഇദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്: വിയർപ്പൊഴുക്കാതെ അധ്വാനിക്കാതെ ജീവിക്കുന്നു. പ്രിയമുള്ള സഹോദര, ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ മുഴുവൻ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ശ്രദ്ധിക്കാൻ താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. വിയർപ്പൊഴുക്കാതെ ഒരിക്കലും ഈ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റത്തില്ല. കാരണം അനേക പുസ്തകങ്ങൾ റെഫർ ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വീണ്ടും ക്ലാസ് എടുക്കുന്നതിന് മുൻപ് അതേ പുസ്തകങ്ങൾ തന്നെ രണ്ടാമത് റെഫർ ചെയ്ത് അങ്ങനെ തെളിവുകളടക്കമാണ് ഞാൻ ഒരു പ്രസ്താവന വെച്ചിട്ടുള്ളൂ. ഒരിക്കലും എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായ പ്രസ്താവനയല്ല. വിഗ്രഹം ചരിത്രത്തിൽ ക്രിസ്തീയ സഭ ഒരിക്കലും അത് അനുവദിച്ചിരുന്നില്ല. എന്നാൽ സഭ അനുവദിച്ച കാലഘട്ടം, അല്ലെങ്കിൽ അതിൽ വന്ന തിന്മകൾ, ഇതെല്ലാം വെച്ച് ചരിത്രങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിന് കൃത്യമായി ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അധ്വാനിക്കാതെ വിയർപ്പൊഴുക്കാതെ സഹോദരൻ ഒരു കാര്യം ചെയ്യ്, ഇതിന് മറുപടി ഇട്. അതായത് ചരിത്രങ്ങളിലൂടെ കൃത്യമായ തെളിവുകളിലൂടെ. താങ്കൾക്ക് അധ്വാനമൊന്നുമില്ലല്ലോ, താങ്കൾക്ക് സിമ്പിളായിട്ട് അത് ലഭിക്കുമല്ലോ. അപ്പോൾ അതിന് തിരിച്ചൊരു റെസ്പോൺസ്, അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ അതെങ്കിലും ഒന്ന് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും താങ്കൾ ഒരു കമൻറ്റ് പറഞ്ഞല്ലോ, അതിൽ സന്തോഷം. പക്ഷേ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ താങ്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മറുപടി. സഭ ക്രോഡീകരിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ക്രോഡീകരിച്ച് നമുക്കൊരു ബൈബിൾ തരികയാണോ? നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന വിശുദ്ധ വേദപുസ്തകം സഭ ക്രോഡീകരിച്ചതാണോ? ഒന്ന്. ഇനി അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി സ്ഥിരമായി കേൾക്കുന്ന ഒരു പല്ലവിയുണ്ട്. അതായത് വിശുദ്ധ പാരമ്പര്യം. ഇതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനസൂയം തുടരും. അതായത് വിഗ്രഹം വയ്ക്കുന്നത്, മാതാവിനെ വണങ്ങുന്നത്, ഇങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അത് സഭയുടെ പാരമ്പര്യമാണ്, വിശുദ്ധ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ തുടരുന്നത്. അപ്പോൾ എഴുതപ്പെട്ടൊരു പാരമ്പര്യവും മറ്റൊരു പാരമ്പര്യവും, ഇത് രണ്ടാണ്. രണ്ടും ഒരേ തരത്തിൽ പോകും. രണ്ടും ഉണ്ടെങ്കിലേ സഭ മുന്നോട്ട് പോകത്തുള്ളൂ. സോളാർ സ്ക്രിപ്ചറ, അത് ശരിക്കും പറഞ്ഞാൽ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ അവസാനം വന്നൊരു കാര്യമാണ്. അവർ വെച്ച ആ ഒരു സംഭവം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. പകരം സഭയ്ക്ക് വിശുദ്ധമായ പാരമ്പര്യമുണ്ട്. ഞാനതിനെതിരൊന്നുമല്ല. സഭയ്ക്ക് വിശുദ്ധമായ പാരമ്പര്യമുണ്ട്. നമ്മൾ പറഞ്ഞ പല ടെക്സ്റ്റുകളും സഭയുടെ ടെക്സ്റ്റുകളാണ്. ആ വിശുദ്ധമായ പാരമ്പര്യങ്ങളെക്കുറിച്ച് കേട്ടവർ, അറിഞ്ഞവർ, മനസ്സിലാക്കിയവർ, പഠനങ്ങൾ നടത്തിയവർ എഴുതി വച്ചിരിക്കുന്ന പല പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. അപ്പോൾ അതില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ബൈബിൾ മാത്രമോ അല്ലെങ്കിൽ സോള സ്ക്രിപ്ചറെയാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതെയോ ഒരു പാരമ്പര്യത്തിൻ്റെ കടിച്ചു തൂങ്ങി ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ഫോളോ ചെയ്യുകയും, പ്രത്യേകിച്ച് ആരാധനപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നമ്മൾ ഈ പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോകണമോ എന്നുകൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ഈ എഴുതപ്പെട്ട വിശുദ്ധ വേദപുസ്തകത്തിന് എതിരായി ഒരു പാരമ്പര്യം ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ എഴുതപ്പെട്ട പുസ്തകം തെറ്റ്, അല്ലെങ്കിൽ വിശുദ്ധ പാരമ്പര്യം തെറ്റ്.
ഒന്നിന് എതിരായി ഒന്നും വരാൻ പാടില്ല. ഒന്നിന് അനുകൂലമായി രണ്ടും സമാന്തരമായി പോവുകയാണെങ്കിൽ, ഒരു റെയിൽപാളം പോലെ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ശരിയാണ്. പക്ഷേ പാരമ്പര്യം, എഴുതപ്പെട്ട വിശുദ്ധ വേദപുസ്തകം നോ എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇന്ന് പാരമ്പര്യം എന്ന് പറയുന്ന പലതിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മളൊരു സാധാരണഗതിയിൽ ഒരു മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ, കോൺഫറൻസുകളൊക്കെ നടക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് കാണിക്കാനായിട്ട് ഒരു വീഡിയോ സ്ഥിരമായി കാണാറുണ്ട്. ഒരു 10-25 പേരെ നിരത്തി നിർത്തുന്നു. ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരാൾ, ഏറ്റവും പുറകിലുള്ള ഒരാൾ തൊട്ട് മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം അവതരിപ്പിച്ച് കാണിക്കുന്നു. അത് ചിലപ്പോൾ എന്തെങ്കിലും ആക്ഷനൊക്കെ കാണിക്കുന്നു. ആ വ്യക്തി അത് കണ്ട് തൊട്ടടുത്ത ആൾക്ക് കാണിച്ചു കൊടുക്കുന്നു, അത് അടുത്ത ആൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ കൈമാറി ചിലപ്പോൾ ഒരു 20ാമത്തെ വ്യക്തിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വ്യക്തി കാണിച്ചതും 20ാമത്തെ വ്യക്തിക്ക് ആ 19ാമത്തെ ആൾ കാണിച്ചു കൊടുത്തതും തമ്മിൽ ഒരു യോജിപ്പും ഉണ്ടാവത്തില്ല. തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇതാണ് ഈ കൈമാറി വന്ന ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നും അടുത്തയിലേക്ക്, അതിൽ നിന്ന് അടുത്തയിലേക്ക് തലമുറ കൈമാറി വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് അതിൻ്റെ യഥാർത്ഥ വശങ്ങളെല്ലാം മാറിപ്പോവുകയും പ്രകടമായി മറ്റൊന്നിലേക്ക് ഇത് വഴിതെറ്റിപ്പോവുകയും ചെയ്യും. ഇതെല്ലാവർക്കും പരിചയമുള്ള, നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇനി വിശുദ്ധ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ദൈവവചനത്തിന്, എഴുതപ്പെട്ട പാരമ്പര്യത്തിന് വിപരീതമാകാൻ ഒരിക്കലും സാധ്യതയില്ല എന്നുള്ളത് ഏതൊരു വ്യക്തി ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ തുന്നിക്കെട്ടിയ ഒരു പുസ്തകം സഭ തുന്നിക്കെട്ടി നിങ്ങൾക്ക് തന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് 100-125 കിലോ ആയിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സഹോദരങ്ങളോട് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു? പലപ്പോഴും നമ്മൾ ന്യായീകരണമായിട്ട് പറഞ്ഞൊരു കാര്യം, യേശു പ്രത്യേകിച്ച് ഒന്നും എഴുതാൻ പറഞ്ഞതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വചനത്തിൽ കാണുന്നില്ല. അപ്പോൾ യേശു ഒന്നും എഴുതാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് എഴുതാൻ പറഞ്ഞത്? അപ്പോൾ ദൈവം എഴുതാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എഴുതിയത് എന്തിനാണ്? ആ എഴുതിയത് മാത്രം നമ്മൾ മുറുകെ പിടിക്കുന്നത് എന്തിനാ? അത് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ശരിയല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടു, യോഹന്നാൻ പറഞ്ഞ ലേഖനം എങ്ങനെ ദൈവീകമാകും? പൗലോസ് പറയുന്ന കാര്യം എങ്ങനെ അത് ദൈവീകമാകും? യേശു പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ ഈ യോഹന്നാനും പൗലോസും പറയുന്ന കാര്യം എങ്ങനെ ദൈവീകമാകും എന്നൊരു ചോദ്യം ഒരു സഹോദരൻ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണ്, അതായത് യേശു ഇവിടെ ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തിനെ നോക്കണം? സുവിശേഷം പോലും നോക്കേണ്ട ആവശ്യമില്ല, പാരമ്പര്യം മാത്രം മുന്നോട്ട് പോയാൽ മതിയോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരും. നമ്മളിവിടെ ഇതിനെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മളൊരു വചനം വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതായത് യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ ഇതൊന്നും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങൾക്കത് മനസ്സിലാക്കി തരികയും ചെയ്യും എന്ന് പറഞ്ഞു. യോഹന്നാൻ തന്നെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശു ചെയ്ത സകല കാര്യങ്ങളും ഈ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ല. ഇത് തന്നെ എഴുതപ്പെട്ടതോ അവൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ യേശു ചെയ്ത 3.5 വർഷക്കാലം പരസ്യജീവിതം, ഏകദേശം 1000-ലധികം ദിവസങ്ങൾ, ഇതിൻ്റെ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ യേശുവിൻ്റെ ശുശ്രൂഷ മുഴുവൻ ചരിത്രമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. 33 വർഷത്തെ മുഴുവൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല. 12 വയസ്സ് കഴിഞ്ഞ് പിന്നെ ആകെ കാണുന്നത് 30-ാം വയസ്സിൽ പരസ്യജീവിതത്തിലേക്ക് വരുമ്പോഴാണ്. ജനിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് 12-ാം വയസ്സിലാണ്. അങ്ങനെ പല ഗ്യാപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അനേക കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ല, ഇതെല്ലാം പാരമ്പര്യത്തിലാണ് ഉള്ളത് എന്ന് വാദിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-26 നമ്മൾ കണ്ടു, സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സകല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. വീണ്ടും 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്കവിടെ വ്യക്തമാണ്. നേരത്തെ ഒരു സഹോദരൻ ചോദിച്ചൊരു കാര്യം ഞാനൊരു കമൻറ്റ് പറഞ്ഞിരുന്നു, അതായത് യോഹന്നാൻ പറഞ്ഞത് എങ്ങനെ ദൈവം പറഞ്ഞതാകും, പൗലോസ് പറഞ്ഞത് എങ്ങനെ ദൈവം പറഞ്ഞതാകും. യോഹന്നാനെയും പൗലോസിനെയും ഒക്കെ നയിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിവേശിതമായി പരിശുദ്ധാത്മാവിൻ്റെ ക്രോഡീകരണത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ അപ്പസ്തോലന്മാർ എഴുതിയ ലേഖനങ്ങൾ അത് ദൈവത്തിൻ്റെ തന്നെ കൈയെഴുത്താണെന്ന് ഇതാ അപ്പസ്തോലന്മാർ വ്യക്തമായിട്ട് പറയുന്നു. പത്രോസ് അവകാശപ്പെടുന്നു, പൗലോസ് അവകാശപ്പെടുന്നു. സകല അപ്പസ്തോലന്മാരും ഈ ലേഖനങ്ങളെക്കുറിച്ച് ആദിമസഭ മുഴുവനും സകല സഭ വിശുദ്ധരും ഇത് ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ സഹോദരൻ്റെ കമൻറ്റ് അവിടെ തന്നെ അത് നിർവീര്യമാകുകയാണ്. കാരണം
ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കും പൂർണ്ണമായ ഒരു അറിവിലേക്കും നിങ്ങളെ നയിക്കും. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. ആ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പൗലോസിലൂടെയും യോഹന്നാനിലൂടെയും ലോകത്തിന് നൽകപ്പെടേണ്ടതിന് എഴുതി ലേഖനങ്ങളാക്കി ഇന്നും നമ്മുടെ കരങ്ങളിൽ ഭദ്രമായി നൽകിയിരിക്കുന്നത്. അവിടെ തന്നെ വ്യക്തമാണ്, ഇതിൻ്റെ കസ്റ്റോഡിയൻ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആദ്യം നമ്മൾ മറ്റൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു, യേശു ക്രിസ്തു എന്തെങ്കിലും എഴുതാൻ പറഞ്ഞുവോ? യേശു എന്തെങ്കിലും എഴുതാൻ പറഞ്ഞുവോ? ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ എഴുതാൻ പറഞ്ഞത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്ന നമുക്കൊരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് പറഞ്ഞാലും യേശു പറഞ്ഞാലും യാഹ്വേ പറഞ്ഞാലും എഴുതപ്പെട്ട് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ തന്നെയാണ്. ദൈവം തന്നെയാണ് അവർ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ദൈവം എഴുതാൻ പറഞ്ഞതിനൊരു കാരണവും കൂടി ഉണ്ടാകും. ദൈവം ഇത് എഴുതാൻ പറഞ്ഞപ്പോൾ ദൈവത്തിനറിയാം ഈ പാരമ്പര്യങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പലതും സംഭവിക്കും, പല അപകടങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഈ പാരമ്പര്യങ്ങൾ ഇടയ്ക്ക് വഴിതെറ്റി പോകുമെന്ന് യേശു ക്രിസ്തുവിന്, ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇത് എഴുതണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ബോധ്യം നൽകിയത്. വീണ്ടും വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 14-ാം അധ്യായം അതിന് 37-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് തൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് അദ്ദേഹം പറയുന്ന വാക്യം ഇതാണ്: പ്രവാചകനെന്നോ ആത്മീയ മനുഷ്യനെന്നോ ആരെങ്കിലും തന്നെ തന്നെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന ഈ സംഗതികൾ കർത്താവിൻ്റെ കൽപ്പനയായി അവൻ അംഗീകരിക്കണം. വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, എൻ്റെ ഹിതപ്രകാരമല്ല, കർത്താവ് താൻ കൽപ്പിച്ചത് പ്രകാരമാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. അതായത് ലേഖനങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നതിൻ്റെ കസ്റ്റോഡിയൻ, അതിൻ്റെ ഉത്തരവാദിത്തം അപ്പസ്തോലനായ പൗലോസ് സ്വയം ഏറ്റെടുക്കുകയല്ല, പകരം പൗലോസ് വെക്കുന്നത് ഇത് കർത്താവിൻ്റെ കൽപ്പനയായിട്ടാണ്. അതായത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് തോന്നിയപ്പോൾ വെറുതെ ഇരുന്ന് എഴുതിയതല്ല, ദൈവത്തിൻ്റെ കൽപ്പനയായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാനത് എഴുതിയത് എന്നാണ് ദൈവവചനം നമ്മുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട പാരമ്പര്യത്തിൽ വ്യക്തമായിട്ട് വചനം പറഞ്ഞിരിക്കുകയാണ്, പ്രവാചകനെന്നോ ആത്മീയ മനുഷ്യനെന്നോ ആരെങ്കിലും തന്നെ തന്നെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ എഴുതുന്ന സംഗതികൾ കർത്താവിൻ്റെ കൽപ്പനയായി അവൻ അംഗീകരിക്കണം. ഈ വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് നീ അംഗീകരിച്ചേ മതിയാകൂ. പലപ്പോഴും പലരും ന്യായീകരിക്കുന്ന ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തു ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എന്തിനാണ് നമ്മൾ ബൈബിളിനെ മുറുകെ പിടിക്കുന്നത്? ബൈബിൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത് എന്തിനാ? കാരണം യേശു ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, ഇത് യേശു എഴുതാൻ പറഞ്ഞതാണ്, ഇത് എന്നോട് യേശു ക്രിസ്തു എഴുതാൻ പറഞ്ഞതാണ്, ഇത് യേശുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വീണ്ടും കുറച്ചുകൂടി കടുപ്പിച്ച് അടുത്ത വാക്യം പറയുകയാണ്, 38-ാം വാക്യം: ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവനും അംഗീകരിക്കപ്പെടുകയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഇത് കർത്താവിൻ്റെ കൽപ്പനയല്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ ഡിസ്ക്വാളിഫൈഡ് ആണ്, അവൻ പുറന്തള്ളപ്പെട്ടു, അവൻ അംഗീകരിക്കപ്പെടത്തില്ല. അപ്പം ഞാൻ പറയുന്നു, ഇപ്പം സഭയാകട്ടെ, ഈ നേരത്തെ കമൻ്റ് ഇട്ട ജോൺ ചേട്ടനാകട്ടെ, ആര് തന്നെ പറയാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തെക്കാൾ വലിയൊരു പാരമ്പര്യം നമുക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇതിനെതിരായി മറ്റൊരു പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ കോടാലി വെക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ പൗലോസ് എഴുതിയ വചനത്തിൻ്റെ കീഴെയാണ് കോടാലി വെക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് വ്യക്തമായിട്ട് പറയുക, നീ ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നീ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞു, പിന്നെ നിനക്ക് എന്ത് യോഗ്യത? നിന്റെ അതോറിറ്റി അവിടെ നഷ്ടപ്പെട്ടു. ഇത് സഭ കുത്തിക്കെട്ടി ഉണ്ടാക്കിയ പുസ്തകമാണ്, തുന്നിക്കെട്ടി ഉണ്ടാക്കിയ പുസ്തകമാണ്. സഭയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. നോ, ആരാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. അതിനാരും ഉപയോഗിച്ചു? വിശുദ്ധരായിട്ടുള്ള അനേകരെ ഉപയോഗിച്ചു. സഭയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ശരീരത്തെ അതിനകത്ത് ഉപയോഗിച്ചു. കൃത്യമാണ്, ശിരസായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെ ദൈവം ഉപയോഗിച്ചു. പക്ഷെ അതിൽ നമുക്ക് അഭിമാനിക്കാനുണ്ടോ? പൗലോസ് പറയുക, ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ ഞാനല്ല പ്രവർത്തിച്ചത്, എന്നിലൂടെ ദൈവത്തിൻ്റെ കൃപയാണ് പ്രവർത്തിച്ചത്. എനിക്ക് അഭിമാനിക്കാൻ ഒരു വകയില്ല. എനിക്ക് ഞാനാണെന്ന് പറഞ്ഞ് മേന്മ പറയാൻ എനിക്കൊരു അധികാരവുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് വീണ്ടും പറയുക, അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു, പ്രവൃത്തിയിലല്ലതാണ്. അതായത് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല, അത് ആരുടെ കഴിവാണ്? ദൈവത്തിൻ്റെ കൃപയാണെന്ന് പൗലോസ് പറയുന്നു. മുഴുവൻ ബൈബിളും പഴയ നിയമവും പുതിയ നിയമവും ഇത് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ ചില ആളുകൾ വന്നിരുന്നിട്ട് പറയുക, അങ്ങനെയൊന്നും അല്ലെന്നേ, ഇത് സഭയാണ് നിങ്ങൾക്ക് തന്നത്, സഭ തന്നതുകൊണ്ടാണ് നീയൊക്കെ 100-125 കിലോ ഒക്കെ ആയിട്ട് തിന്നിങ്ങനെ ചീർത്ത് മുട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ചിരിയല്ലാതെ ബാക്കി എന്താ വരിക? ചിരിയല്ലാതെ മറ്റൊന്നും വരാനില്ല. ഇനി ബൈബിൾ മാത്രം പറഞ്ഞൊന്നും വേണ്ട, നമുക്ക് നേരെ ബൈബിളിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതായത് ഞാൻ ഈ വയ്ക്കുന്ന പുസ്തകം സഭയുടെ
ഔദ്യോഗികമായി ഒരു പുസ്തകമാണ് ബൈബിൾ ശബ്ദകോശം എന്ന് പറയപ്പെടുന്ന ഒരു ബൈബിൾ നിഘണ്ടുവാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഫാദർ ആന്റണി തെറാത്ത്, ഇതിൻ്റെ എഡിറ്റർ, ചീഫ് എഡിറ്റർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരിക്കുന്നത് ഡോക്ടർ ജോസഫ് പ്ലാംപ്ലാനി പിതാവാണ്. ഇവർ രണ്ടുപേരും കൂടി എഴുതിയിരിക്കുന്ന, അതായത് ഒത്തിരി PhD കളും ഒത്തിരി ഡോക്ടറേറ്റുകളും ഉള്ള ഒരു 2-3 വ്യക്തികൾ തമ്മിൽ എഴുതുന്നു. ഇനി അതിനെ തന്നെ ക്രോഡീകരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനെ സഹായിച്ചിരിക്കുന്ന അസോസിയേറ്റ് എഡിറ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരി അച്ഛന്മാർ, അഗസ്റ്റിൻ മുള്ളർ OCD അച്ഛനുണ്ട്, ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ, അങ്ങനെ ഒരു വലിയ നീണ്ട നിര തന്നെ. ഞാനിത് വായിച്ചാൽ തീരത്തില്ല. കാരണം ഒത്തിരി ആളുകൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടും അസോസിയേറ്റ് എഡിറ്റേഴ്സായിട്ടും എല്ലാം നിലനിന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. യേശു എന്തെങ്കിലും എഴുതി സൂക്ഷിച്ചതായി ബൈബിളിലോ പാരമ്പര്യത്തിലോ പറയുന്നില്ല. അവിടുന്ന് വിരൽ കൊണ്ട് നിലത്തെഴുതിയതായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. എന്നാൽ അത് തന്നെ എന്താണെന്ന് വ്യക്തവുമല്ല. ഇനി താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ യേശു എഴുതിയത് നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതിയത്, ആ പാപിനിയായ സ്ത്രീയെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പിടിച്ചപ്പോൾ കുനിഞ്ഞിരുന്ന് എഴുതിയത് മാത്രമേ യേശു എഴുതിയതായിട്ട് പറയുന്നുള്ളൂ. മറ്റൊന്നും എഴുതിയതായിട്ട് ഒരു ചരിത്രമോ ദൈവത്തിന്റെ വചനമോ പറയുന്നില്ല. ഇനി പകരം തൻ്റെ സുവിശേഷം ലോകത്തിന്റെ അതിരുകൾ വരെയും അവസാനം വരെയും പ്രഘോഷിക്കാൻ അവിടുന്ന് 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോൾ യേശു ക്രിസ്തു ചെയ്തത് ഈ സുവിശേഷം പ്രഘോഷിക്കാൻ 12 അപ്പസ്തോലന്മാരെയാണ് തിരഞ്ഞെടുത്തത്. ഇനി താഴോട്ട് വരുമ്പോൾ, തൻ്റെ മരണശേഷം അവിടുന്ന് അപ്പസ്തോലന്മാർക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. ക്രിസ്തുവിന്റെ പഠനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും അവയിലെ സത്യങ്ങളുടെ പൂർണ്ണതയെ വെളിപ്പെടുത്തിക്കൊണ്ടും പരിശുദ്ധാത്മാവ് ശിഷ്യരെ നയിക്കും എന്ന് വാഗ്ദാനം ചെയ്തു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യേശുവിന്റെ പഠനങ്ങളെ ഓർമ്മിക്കാനും അവയിലെ സത്യത്തിന്റെ പൂർണ്ണതയെ ലിഖിത രൂപത്തിലാക്കാനും അപ്പസ്തോലന്മാരെ പ്രബോധിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ വചനം സഭ പഠിപ്പിക്കുകയാണ്. ഈ വചനം എഴുതാനായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചത്, അവരുടെ സത്യത്തിലേക്ക് ഇത് ലിഖിത രൂപത്തിലാക്കണമെന്ന് എഴുതാൻ പ്രബോധിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ കസ്റ്റോഡിയൻ പരിശുദ്ധാത്മാവാണെന്ന് ഇതാ സഭ പഠിപ്പിക്കുന്നു. ഇത് എഴുതാൻ യേശു പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവാണ് ഇതിനെ പ്രബോധിപ്പിച്ചതെന്ന് പറയുമ്പോൾ, അപ്പോൾ ആരാണ് അതിൻ്റെ പിന്നിൽ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആര് പറഞ്ഞാലും ദൈവം തന്നെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഇവരെ പ്രബോധിപ്പിച്ചതെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? ദൈവത്തിനാണ്. അപ്പോൾ ദൈവമാണ് ഇത് എഴുതാൻ പറഞ്ഞത്. എന്നിട്ട് ഇന്ന് വന്നിട്ട് നമ്മൾ പറയാണ് ഇതിന് വിരുദ്ധമായൊരു പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിച്ച് നോക്കണം, നമ്മൾ ആരെയാണ് എതിർക്കുന്നത്? ദൈവത്തിനെ തന്നെയാണ് എതിർക്കുന്നത്. ഈ പുസ്തകം നമ്മുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവാണ് ഇത് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു തർക്കമില്ല, പരിശുദ്ധാത്മാവ് ഒരു കാര്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവസഭ അത് അംഗീകരിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും ബാധ്യസ്ഥനാണ്. കാരണം ദൈവമാണത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവസഭ അതനുസരിച്ച് മുന്നോട്ട് പോകണം. നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാജ്യത്തിനുണ്ട് എന്നിരിക്കെ, എഴുതപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാജ്യത്തിന്, ഒരു ഭരണഘടന ഉണ്ട് എന്നിരിക്കെ, ഭരണഘടന ഒന്നനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവൻ്റെ ഇഷ്ടം ഭരണഘടനയ്ക്കെതിരായി കഴിഞ്ഞാൽ അവൻ അറസ്റ്റിലാക്കപ്പെടും. പോലീസ് അവൻ അറസ്റ്റ് ചെയ്യും, അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടി വരും. കോടതി അവനെ ഒരുപക്ഷെ ജയിലിലോ മറ്റ് വിധിയോ അവൻ്റെ മേലുണ്ടാകും. ഇത് തന്നെയാണ് ദൈവത്തിന്റെ വചനവും പറയുന്നത്. പരിശുദ്ധാത്മാവ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എഴുതി നൽകിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഇവിടെ ആർക്കും അഭിമാനിക്കാൻ വകയില്ല. ഞങ്ങളാണ് അതിൻ്റെ കസ്റ്റോഡിയൻ, ഞങ്ങളാണ് തുന്നിക്കെട്ടിയതെന്നും പറയാൻ ഒരു വ്യക്തിക്കും അവകാശമില്ല, ഒരു മനുഷ്യനും അവകാശമില്ല. കാരണം അത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് സംഭവിച്ചത്. ഇനി ഞാൻ അത് അംഗീകരിക്കത്തില്ല, ഞാൻ പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം, അതായത് ഒരുവൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ, ഭരണഘടനയ്ക്കെതിരെ തിരിയുമ്പോൾ അവൻ അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ ഈ വ്യക്തിയും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് സ്പഷ്ടം തന്നെയാണ്. വീണ്ടും നമുക്കൊരു വചനം വായിക്കാം. 2 തെസ്സലോനിക്ക അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ഇവിടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് 2 തരത്തിൽ പറയുന്നൊരു വാക്യമാണ്. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുവിൻ, അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഇവിടെ 2 ട്രഡീഷനെ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട 2 തരത്തിലുള്ള ട്രഡീഷൻ എന്തൊക്കെയാണ്? ഒന്ന്, വചനം മുഖേന, അതായത് വാമൊഴിയായി പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ വാഗുണ്ട് പറഞ്ഞ കാര്യങ്ങൾ, ഓറൽ ട്രഡീഷൻ. 2, കത്തു മുഖേന, ലിഖിതമായ വരമൊഴിയായി പറഞ്ഞ കാര്യങ്ങൾ, ലിറ്ററൽ ആയിട്ട് എഴുതപ്പെട്ട റിട്ടൺ ട്രഡീഷനായിട്ട് നമുക്ക് നൽകപ്പെട്ട വിശുദ്ധ വേദ പുസ്തകം. ഇത് 2 നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുവിൻ. ഇതാണ് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യം. ഞങ്ങൾ എന്ത് ചെയ്യുന്നു?
വാമൊഴിയായി ഒന്ന് ഉപയോഗിക്കുന്നു, വരമൊഴിയായി ഒന്ന് ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, പരിശുദ്ധാത്മാവ് ഒരേ ദൈവം തന്നെയാണോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവൻ ഇന്നും ഇന്നലെയും എന്നും ഒരേ ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയും, ഞാൻ ഇന്നൊരു അഭിപ്രായം പറയുകയും നാളെ മറ്റൊന്ന് പറയുകയും മറ്റന്നാൾ വേറൊരു അഭിപ്രായം പറയുകയും ചെയ്യുമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ വചനം ഒരിക്കലും അത് ചെയ്യത്തില്ല. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ മാത്രം. കാരണം ഒരൊറ്റ വാക്കേ ഉള്ളൂ, മാറി പറയത്തില്ല. ഇന്ന് ഒരു വിശുദ്ധ പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകത്തിന് അനുകൂലമായിരിക്കണം, അതിനെതിരാകരുത്. വിഗ്രഹം വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ്രഹം വെക്കരുത്. ഏത് ട്രഡീഷന്റെ ഭാഗമാണെങ്കിലും വിഗ്രഹം വെക്കരുത്. അങ്ങനെ വിഗ്രഹം വെക്കുന്ന ഒരു ട്രഡീഷൻ ഉണ്ടെങ്കിൽ അത് വിശുദ്ധമല്ല, അത് അശുദ്ധമാണ്, അത് അപ്പം തന്നെ തള്ളിക്കളയാം. കാരണം എന്താണ്? ഈ എഴുതപ്പെട്ട ഈ ട്രഡീഷന് വിരുദ്ധമായി ഒന്നും വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. കാരണം ഇത് രണ്ടും ഒരേ ഉറവിടമായതുകൊണ്ട്, രണ്ടിൻ്റെയും കസ്റ്റോഡിയൻ ഒന്നായതുകൊണ്ട് ഇതിന് വിപരീത ദിശയിലേക്ക് ഒരിക്കലും പോകാൻ സാധിക്കത്തില്ല. ഇത് വളരെ വ്യക്തമാണ്. ഇത് തന്നെ ഈ പുസ്തകം പറയുന്നുണ്ട്. നമുക്ക് അടുത്തേക്ക് വരാം, അത് വായിക്കാം. പക്ഷേ അതിനു മുമ്പ് ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യം നമ്മുടെ മുൻപിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഇടയിൽ നിറവേറ്റിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ട്. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതായത് റിട്ടൺ ട്രഡീഷന്റെ ഉറവിടം പറയുകയാണ് ഇവിടെ ലൂക്കാസ് സുവിശേഷകൻ. ഞങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയത് എന്താണെന്ന് ഇതാ ലൂക്കാസ് സുവിശേഷകൻ വ്യക്തമായി നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ട്. അതായത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ ഒത്തിരി ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്ന, നമ്മളോട് പ്രഘോഷിച്ച, വാമൊഴിയായി നമുക്ക് കൈമാറി തന്ന അവരുടെ പാരമ്പര്യം അനുസരിച്ചാണ് എന്ന് വ്യക്തമായി ലൂക്കാസ് സുവിശേഷകൻ പറയുക. അല്ലയോ തെയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. ഇത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളും വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. അതായത് ഈ എഴുതപ്പെട്ട ലിറ്ററൽ ട്രഡീഷൻ, റിട്ടൺ ട്രഡീഷൻ നമുക്ക് എന്തിനാണ് നൽകിയിരിക്കുന്നത്? ഫോർ വാട്ട് എന്നൊരു കീ വെച്ച് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് പറയുകയാണ്. ഇത് എഴുതാൻ ഒരുപാട് പേര് ശ്രമിച്ചു. അതാകട്ടെ നമ്മൾ കേട്ടത്, അതായത് ആദ്യം മുതൽ ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുവിശേഷകർ പറഞ്ഞത്, അത് നമ്മളുടെ ചെവിയിലൂടെ കേട്ടത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആ പാരമ്പര്യമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സുവിശേഷമാകട്ടെ, ലേഖനമാകട്ടെ, വെളിപ്പാട് പുസ്തകമാകട്ടെ, സകല കാര്യങ്ങളും എന്താണ്? ഓറൽ ട്രഡീഷനായി കേട്ട കാര്യങ്ങളുടെ പൂർണ്ണതയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഓറലായി വന്ന പാരമ്പര്യം ഈ റിട്ടണായ പാരമ്പര്യത്തിന് എതിരാകുമോ? കാരണം റിട്ടൺ പാരമ്പര്യത്തിന്റെ എഴുതപ്പെട്ട പുസ്തകം നമുക്ക് ലഭിച്ചത് തന്നെ ഈ പറയുന്ന കേട്ടറിവിലെ. ആര് പറഞ്ഞത്? യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അപ്പസ്തോല പ്രവൃത്തി വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ലൂക്ക തന്നെ അത് എഴുതിയിട്ടുണ്ട്. 12 അപ്പസ്തോലന്മാരിൽ യൂദാസ് മരിച്ചു കഴിയുമ്പോൾ, ആത്മഹത്യ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തമായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് യേശുവിൻ്റെ പരസ്യ ജീവിതം മുതൽ അവൻ്റെ ഉയർപ്പ് വരെ നമ്മോട് കൂടെ ഉണ്ടായിരുന്നവനായിരിക്കണം. കാരണം എന്താ? അവൻ പറഞ്ഞ സുവിശേഷമാണ്, അവൻ ഓറലായി നമുക്ക് തന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിശ്വസിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വസ്തത തന്നെ ഇവിടെ ലൂക്ക എടുത്ത് പറയുകയാണ്. അവർ നമുക്ക് തന്ന പാരമ്പര്യമാണെന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതി പരിശോധിച്ച് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒന്നും പറയുക, അങ്ങനെയൊന്നല്ലെന്നേ, ഇതൊന്നുമല്ലാത്ത, ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു വഴിയിലൂടെ, അതായത് വിശുദ്ധ വേദപുസ്തകം കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾ എന്ത് ചെയ്യും? പടിഞ്ഞാട്ട് സഞ്ചരിക്കും. വിഗ്രഹം എടുത്ത് തലയിൽ വെക്കരുത്, മുത്തരുത്, കെട്ടിപ്പിടിക്കരുത്, കുഞ്ഞുമക്കളെ നിങ്ങൾ വിഗ്രഹത്തിൽ നിന്ന് ഓടിയാകലവിൻ, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച വചനം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് എന്തുണ്ട്? മറ്റൊരു ട്രഡീഷനുണ്ട്, വിശുദ്ധമായ ഒരു പാരമ്പര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ വചനങ്ങൾ, ഈ പുസ്തകം, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് വിശുദ്ധമാണോ അശുദ്ധമാണോ? ഞാനല്ല പ്രസ്താവന പറയുന്നത്, നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് ദൈവം എന്ത് നൽകിയിട്ടുണ്ട്? ജ്ഞാനം നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. നമ്മൾ മണ്ടന്മാരാകരുത്. എല്ലാ കാലവും നേതാക്കന്മാരുടെ അടിമയായി നമ്മൾ എന്ത് ചെയ്യരുത്? ജീവിക്കരുത്. ക്രിസ്തീയ ജീവിതം സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ്. ആ സ്വാതന്ത്ര്യം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ സ്വതന്ത്രമായി ഈ വചനങ്ങൾ ഇതെല്ലാം പരിശോധിക്കാൻ ദൈവം ഒരു കൃപ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കണം.
അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സത്യം തിരിച്ചറിയും. അത് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇന്ന് പരസ്യമായി ഇത് വിളിച്ചു പറയുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾക്കാതിരിക്കുന്നവൻ അവൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കട്ടെ. വെളിപ്പാട് പുസ്തകം പറഞ്ഞ പോലെ അവസാന ന്യായവിധി അവൻ്റെ മേൽ വന്നു ചേരുമ്പോഴെങ്കിലും അവനത് തിരിച്ചറിയട്ടെ. ഇതേ പാരമ്പര്യങ്ങളെക്കുറിച്ച് ഈ പറയുന്ന ബൈബിൾ ശബ്ദകോശം എന്ന് പറയുന്ന ബൈബിൾ നിഘണ്ടു, ഈ പുസ്തകം ഈ പറയുന്ന ഇത്രയും പുരോഹിതരെ എഴുതി അതിനെ ക്രോഡീകരിച്ച് ഈ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 32 വ്യക്തമായിട്ട് ഇങ്ങനെ പറയാണ്: ബൈബിളും സഭയുടെ സജീവമായ പാരമ്പര്യവും ഒരേ ഉറവയിൽ നിന്നും ഒഴുകി വരുന്ന രണ്ടരുവികൾ പോലെയാണ്. ഇവ രണ്ടും സ്വീകരിച്ചാലേ ദൈവാവിഷ്കൃത സത്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുള്ളൂ. സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ, ആദിമസഭയുടെ ആരാധനക്രമങ്ങൾ, പ്രാർത്ഥനകൾ, സാർവത്രിക സൂനദോസുകളുടെ തീരുമാനങ്ങൾ, തൻ്റെ പ്രബോധന അധികാരം ഉപയോഗിച്ച് വിശ്വാസത്തെയും ധാർമ്മികതയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ, സഭ നൽകുന്ന പഠനങ്ങൾ എന്നിവയിലൂടെയാണ് യഥാർത്ഥ പാരമ്പര്യം നമുക്ക് ലഭ്യമാകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ 11, 12, 13 ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു സൂനദോസ് വിശുദ്ധ വേദപുസ്തകത്തിന് വിപരീതമായ ഒരു പാരമ്പര്യം കൊണ്ടുവന്ന് ഇത് പാരമ്പര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇത് പാരമ്പര്യമല്ല. കാരണം എന്താണ്? ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ അതിൻ്റെ ഉറവിടം ദൈവമല്ല. കാരണം ഈ പുസ്തകം പറയാണ് ഇത് രണ്ടും ഒരേ ഉറവിടമായിരിക്കണം. ഒരേ ഉറവിടമായിട്ട് രണ്ട് അരുവിയായി ഇത് ഒഴുകി വരികയാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ പാരമ്പര്യം നമുക്ക് സ്വീകരിക്കാം, കാരണം അപ്പസ്തോലൻ പറഞ്ഞു വ്യക്തമായിട്ട് വിശുദ്ധ പാരമ്പര്യമുണ്ട്. പക്ഷെ ആ വിശുദ്ധ പാരമ്പര്യം എന്തായിരിക്കണം? എഴുതപ്പെട്ട ലിഖിത പാരമ്പര്യത്തിന് സമാനമായിരിക്കണം, എതിരാകരുത്. അത് ആ പുസ്തകവും അത് തന്നെ പറയുക, ഞാനല്ല, ഈ പുസ്തകവും അതേ അഭിപ്രായം തന്നെ പറയുക. വീണ്ടും പാരമ്പര്യത്തെക്കുറിച്ചുള്ള സഭയുടെ ഈ കാഴ്ചപ്പാട് ബൈബിളിൻ്റെ പ്രാധാന്യത്തെ യാതൊരു വിധത്തിലും കുറച്ച് കാണുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്ന സത്യങ്ങൾക്കെതിരായി സഭാ പാരമ്പര്യങ്ങൾ ഒന്നും പഠിപ്പിക്കുന്നില്ല. വ്യക്തമായിട്ട് വചനം ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ബൈബിൾ പഠിപ്പിക്കുന്ന സത്യങ്ങൾക്കെതിരായി സഭാ പാരമ്പര്യങ്ങൾ ഒന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ബൈബിളിന് വിരുദ്ധമായ ഒരു കാര്യം പാരമ്പര്യമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും മുന്നോട്ട് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? ഇത് പാരമ്പര്യമല്ല, ഇതിന് പാരമ്പര്യമായി യാതൊരു ബന്ധവും ഇല്ല, ഇത് മനുഷ്യൻ്റെ ഭാവനയാണ്. അതിനെ സ്വതന്ത്രമായി തള്ളിക്കളയാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം എന്താണ്? ബൈബിൾ ആ പാരമ്പര്യത്തിനെതിരാണ്, അത് വിശുദ്ധമല്ല എന്ന് വളരെ വ്യക്തമാണ്. വീണ്ടും പറയാണ്, രണ്ടിൻ്റെയും ഉറവിടം ദൈവം തന്നെയാകിയാൽ ഇവ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകുകയില്ല. ഇവ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വൈരുദ്ധ്യം ഉണ്ടാകാത്തൊരു സംഭവത്തിൽ നമ്മൾ ഇന്ന് കാണുമ്പോൾ ആയിരക്കണക്കിന് വൈരുദ്ധ്യങ്ങൾ, ലക്ഷക്കണക്കിന് വൈരുദ്ധ്യങ്ങൾ. അപ്പോൾ ഈ വൈരുദ്ധ്യം വന്നത് എവിടെ നിന്നാണ്? നമുക്ക് അറിവില്ലാത്ത ഏതോ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവികര് അജ്ഞതയുടെ കാലത്ത് ചെയ്തു പോയ അന്ധമായ തെറ്റുകളെ ഇന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളത് കളയുന്നു. വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധമായ പാരമ്പര്യം നമ്മുടെ കയ്യിലുള്ളപ്പോൾ പിന്നെ എന്തിനാ ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ തെറ്റായ പാരമ്പര്യങ്ങളെ അവജ്ഞയോടെ കാണാൻ പഠിക്കുക, സ്വതന്ത്രമായി നിങ്ങൾ ചിന്തിക്കുക. വീണ്ടും ഈ പുസ്തകം പറയുന്നതാണ്, ബൈബിളിനെ മറന്നുകൊണ്ട് പാരമ്പര്യത്തെ മറന്നുകൊണ്ട് ബൈബിളിനോ നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ വിശുദ്ധ പാരമ്പര്യമാണെങ്കിൽ അത് ബൈബിളിനെ മറന്നു നിൽക്കാൻ പറ്റത്തില്ല, ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇത് എൻ്റെ അഭിപ്രായമല്ല, സഭയുടെ അഭിപ്രായമാണ്. ഇത് പറയുമ്പോൾ ഇനിയും തെറിയായിരിക്കും താഴെ വരുന്ന കമൻറ്റ്. ഞാൻ പറയുന്നത്, പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ എൻ്റെ അഭിപ്രായം മാത്രം നോക്കണ്ട. ഞാൻ പറഞ്ഞത് ബൈബിളിൽ നിന്നും ഈ സഭയുടെ പഠനങ്ങളിൽ നിന്നുമാണ്. ഇതിന് വിരുദ്ധമായിട്ട് ഒരിക്കലും വരാൻ പാടില്ല. വീണ്ടും സഭ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഞാനിത് പറഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ബൈബിൾ മാത്രമാണ് ദൈവാവിഷ്കാരത്തിൻ്റെ ഏക ഉറവിടമെന്ന് പ്രൊട്ടസ്റ്റന്റ് വാദത്തിനെതിരെ പാരമ്പര്യത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചപ്പോൾ കത്തോലിക്ക സഭ ബൈബിളിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നത് വാസ്തവമാണ്. 16-ാം നൂറ്റാണ്ടിൽ നടന്ന നവോത്ഥാന പ്രസ്ഥാനം, പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം, ഇത് നടന്നു കഴിഞ്ഞപ്പോൾ ആ ബൈബിൾ മാത്രമല്ല, സോളാർ സ്ക്രിപ്ചർ മാത്രമല്ല ഫോളോ ചെയ്യേണ്ടത്, പാരമ്പര്യം കൂടി വരണമെന്ന് പറഞ്ഞപ്പോൾ ബൈബിളിന് വേണ്ടത്ര പ്രാധാന്യം നൽകാതെ വന്നു എന്ന് ഈ പുസ്തകം അഡ്മിറ്റ് ചെയ്യുന്നു. അതായത് ആരൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നു? ആന്റണി തേറാത്തും ജോസഫ് ലാംബ്ലാനി അച്ഛനും ഈ പറയുന്ന എല്ലാ എഡിറ്റേഴ്സും അത് പൂർണ്ണമായി അഡ്മിറ്റ് ചെയ്യുന്നു. ഒരു കാലത്ത് നമുക്ക് ബൈബിളിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ വന്നു. അങ്ങനെ ബൈബിളിന് പ്രാധാന്യം കൊടുക്കാതെ വന്നപ്പോൾ പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോയി വഴിതെറ്റിപ്പോയ ഒരു കാലഘട്ടം ഉണ്ടെന്ന് ഞാനല്ല നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, ഈ പുസ്തകം തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പരിശോധിക്കാം. പേജ് നമ്പർ 32 ഈ പുസ്തകം വ്യക്തമായിട്ട് നമുക്ക് ഇന്നും വാങ്ങാൻ കിട്ടുന്ന, എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിന് വാങ്ങാൻ കിട്ടുമായിരിക്കും. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട ഈ പുസ്തകം ഒപ്പിച്ചത്. എൻ്റെ കയ്യിൽ 2-3 കോപ്പി ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരങ്ങൾക്ക് അത് കൊടുത്തു. നിങ്ങൾക്കും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ സഭയുടെ പുരോഹിതന്മാരുടെ കയ്യിൽ ഇതുണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, ഞാനിത് പറഞ്ഞത് നുണയാണോ,
നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ടൊരു തീരുമാനത്തിലെത്ത്. ഈ അശുദ്ധമായ ലോകത്തിൻ്റെ വെറിക്കൂത്തുകൾ നടക്കുന്ന ചില പാരമ്പര്യം എന്ന് പറഞ്ഞ് അതിനെ തോളിലേറ്റുന്നവർ പരിശോധിച്ച് നോക്കുക. ഇത് പാരമ്പര്യമാണോ, ഇത് ദൈവത്തിൻ്റെ സഭയ്ക്കോട് ചേർന്നതാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. വീണ്ടും ഈ പുസ്തകം വ്യക്തമായിട്ട് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകം എഴുതാനുണ്ടായ കാരണം, എഴുതാനായി വിശുദ്ധ വേദപുസ്തകം എന്തുകൊണ്ട് എഴുതപ്പെട്ടു, പ്രധാനമായും 4 വിഷയങ്ങൾ. അത് നമ്മൾ നാളത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. വിശുദ്ധ വേദപുസ്തകം എന്തിനാണ് എഴുതിയത്, എന്തുകൊണ്ടാണ് അത് എഴുതാൻ പറഞ്ഞത്, എഴുതാനുണ്ടായ 4 പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നാളെ ചർച്ച ചെയ്യും. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ.